സാറിനെ പോലുള്ളവരാണ് കേരള പോലീസിന് വേണ്ടുന്നത്. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടുന്നത്, ഞങ്ങൾക്ക് അഭിമാനം. ഇത് വെറും വാക്കല്ല, പുത്തൂർക്കാർക്ക് വലിയൊരു നഷ്ടമാണ് സാർ പോയത്. സാറിന് ശത്രുക്കളില്ല കേട്ടോ, ഞങ്ങളുടെ അറിവിൽ ശത്രുക്കളേ ഇല്ല. ഞങ്ങളുടെ വീട്ടിലെ ഒരാളാണ്, ഞങ്ങളുടെ ഒരു സഹോദരനാണ്. പൊങ്ങച്ചൻ പറയല്ല, സാറിനെ പോലുള്ളവർ വേണം. ഞങ്ങളെ പോലുള്ളവർക്ക് സാറാണ് വേണ്ടുന്നത്. കാരണം ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം സാറ് തന്നെയാണ്. ഞാൻ കൊല്ലം പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ മുൻ SI ആയിരുന്ന ജയേഷിനെ പറ്റിയുള്ള വീട്ടമ്മയുടെ വാക്കുകളാണിത്. വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സാമൂഹ്യവിരുദ്ധനെ പിടികൂടിയതിലുള്ള സന്തോഷമാണ് വീട്ടമ്മ പങ്കുവച്ചത്. സാറ് നല്ല മനുഷ്യനാണ്. ഞങ്ങള് വാടകയ്ക്ക് പുത്തൂര് പഴയചിറ താമസിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഞാനും മക്കളും ഒറ്റയ്ക്കാണ്. ഒരു ദിവസം രാത്രിയിൽ ഒരു ഫോൺ വരുന്നു, 12 ആയി കാണും. സാറേ, ഇവിടെ ആരോ നിൽക്കുന്നു, വീട്ടിനടുത്ത് ആരോ നിൽക്കുന്നു, പെട്ടെന്ന് വരണം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഞാൻ വീട്ടിലാണുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, വളരെ അത്യാവശ്യം വല്ലതും ഉണ്ടല്ലോ സാറേ, പേടിച്ചിരിക്കുക, ഞാനും കുഞ്ഞുങ്ങളുള്ളൂ, കൊച്ചുങ്ങൾ പേടിച്ച് കരയുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം സ്റ്റേഷനിൽ നിന്ന് ആളെ വിളിച്ചു. സ്റ്റേഷനിൽ നിന്ന് ആളവിടെ പോയി അവരുടെ വീട്ടിൽ ചെന്ന സമയത്തേന് എന്തായാലും ആരോ ഒന്ന് കയറാൻ ശ്രമിച്ചതിൻ്റെ ഒരു പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ വിളിച്ചുണർത്തി അവരെ സമാധാനിപ്പിച്ച് പിറ്റേന്നായാലും അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ സമാധാനിപ്പിച്ചാണ് പോരുന്നത്. അന്നും ഇതേ ഒരു അനുഭവം ഇതുപോലെ തന്നെ അവരന്നും പറഞ്ഞു, സാറേ ജീവനോട് ഇരിക്കുവാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇന്ന് ഞാനും മക്കൾ ഇത്രയും നോർമലായിട്ട് ഞാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അന്ന് ആ ഫോൺ കോൾ അർദ്ധരാത്രി എടുത്തില്ലായിരുന്നു. ആരും എടുക്കത്തില്ല. ഒരു ഉദ്യോഗസ്ഥനും അർദ്ധരാത്രി 12 മണിക്ക് ഒരു ഫോൺ കോൾ ചെന്ന് കഴിഞ്ഞാൽ ആരും എടുക്കത്തില്ല. സാർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനും മക്കൾ, എനിക്കതുകൊണ്ട് ഭയങ്കര കടപ്പാട് സാറിന് വേണ്ടി. സത്യം, സാറ് പോയെന്നൊക്കെ അറിഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോയി. പൊങ്ങച്ചൻ പറയല്ല, സാറിനെ പോലുള്ളവർ വേണം. ഞങ്ങളെ പോലുള്ളവർക്ക് സാറാണ് വേണ്ടുന്നത്, സാധാരണക്കാർക്ക്. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ദിവസം ഒരു കള്ളം കയറിയപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായി. മതിൽ ചാടി വന്ന് അങ്ങനെ എനിക്ക് പേടിയായി. ഞാൻ സാറിനെ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടപ്പോൾ സാർ എനിക്ക് നമ്പർ തന്നു. അങ്ങനെ ആദ്യത്തെ സമയം സാർ പറഞ്ഞ് എന്തുണ്ടെങ്കിലും വിളിക്കാം. പിന്നെ ഒരു 6 മാസത്തേക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ 6 മാസം കഴിഞ്ഞൊരു സമയത്ത് ഇതേ ആള് തന്നെ അർദ്ധരാത്രി അന്ന് ഓർത്തോണം, ഒരു 12 മണി സമയത്താണ് വന്ന്. പെട്ടെന്ന് ഞാൻ ഫോൺ വിളിക്കുകയും ഒന്ന് ഓർത്ത് നോക്കണം, ആ ഒരു 12 മണിക്ക് കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി സൈലൻറ്റ് ഇടാൻ, സ്വിച്ച് ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കോൾ എടുക്കാതിരിക്കുക. പക്ഷെ ആ സാർ ആ ഫോൺ കോൾ എടുത്തത് കൊണ്ട് അന്നേരം സാറ് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിട്ട്. കാരണം നമ്മുടെ ഫോൺ ഒരിക്കലും ഓഫ് ആവുന്നില്ല. രാത്രി 1 മണിക്കോ 2 സാറേ വേറെ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ എടുക്കണമെന്നില്ല, ചിലപ്പോൾ അവരത് അവോയ്ഡ് ചെയ്യാം. ഞങ്ങൾ ആ സാർ അന്ന് ഒരു വണ്ടി പോലീസുകാർ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവർ പിടിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പോലുള്ളവർ വേണം, ദൂരെയുള്ള നാട്ടുകാരും വേണം. കാരണം നമ്മളെ എന്ത് വിഷമം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും നമ്മളെ അറിയിക്കുന്ന നാട്ടുകാർ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാനും മക്കളും സത്യം. എൻ്റെ മക്കൾക്ക് സാറിനെ ഭയങ്കര ഇഷ്ടം. എൻ്റെ മോനാണെങ്കിൽ സാറ് എസംപുരത്ത് ദീപാ ബാലവേദിയിലെ പ്രോഗ്രാമിന് അപ്പം മോന് ഷെയ്ക്കാൻ്റെ കൊടുത്തു. മോനാന്ന് എന്നും പറയും, സാറിൻ്റെ ഫാനാണ് രണ്ടുപേരും. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാറിനെ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത്. ഭഗവാനായിട്ട് കാണിച്ചത്, ഒരിക്കലും കാണുമെന്നോ ഒന്നുമില്ല. പുത്തൂന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം സാറ് തന്നെയാണ്. ഞാനും എൻ്റെ മക്കളും. അല്ലെ അയാളൊരു വയലന്റ് ആയിരുന്നു. വയലന്റ് മാത്രമല്ല, മയക്കുമരുന്ന്, അതുപോലെ മദ്യപിക്കുന്ന എല്ലാം വലിയ പ്രശ്നമുള്ള ഒരാളാണ്. ഞങ്ങളുടെ സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് അയാൾ പോക്സോ കേസിലെ പ്രതിയാണ്. പിന്നെ വന്ന പോലീസുകാരെ അയാൾ ഉപദ്രവിച്ചു അത്രയ്ക്ക്. അപ്പൊ അയാൾ എന്തുമാത്രം ഞങ്ങളെ അപ്പൊ എന്ന് ആ ഒരു ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് അന്ന് അദ്ദേഹം ദൈവതുല്യനായിട്ട് ഇന്ന് നിൽക്കുന്നു. എന്നും ഞങ്ങൾക്ക് സാറ് ദൈവതുല്യനാണ്. ഞങ്ങളുടെ ജോലികളാണ്. കാരണം എപ്പോഴും 24 മണിക്കൂർ ജോലി ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ. ആ വീട് ചവിട്ടി പൊളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ നോക്കി അവർ വളരെ ബലപ്പെടുത്തിയാണ് അയാളെ കൊണ്ടുവന്നത്. എല്ലാ വീട്ടിലെയും എല്ലാ ആൾക്കാരെയും പേരെടുത്ത് വിളിക്കാൻ ഒക്കുന്ന ഒരു ബന്ധം എനിക്കുണ്ട്. അതാണ് ഇപ്പൊ അച്ഛനെന്നോ അമ്മയെന്നോ പെങ്ങളെന്നോ എടുത്ത് വിളിച്ച് പേര് പറയാൻ ഒക്കുന്ന ഒരു ബന്ധം എല്ലാ കുടുംബമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരും അതുപോലെ. ശത്രുക്കളില്ല കേട്ടോ, ഞങ്ങളുടെ അറിവിൽ ശത്രുക്കളേ ഇല്ല. ഞങ്ങളുടെ വീട്ടിലെ ഒരാളാണ്, ഞങ്ങളുടെ ഒരു സഹോദരനാണ്. അല്ലെ അത്രയ്ക്കും ഒരു ജ്യേഷ്ഠതുല്യനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സാറ്.